ഗുഡ് ഈവനിങ്. KFL സാഹിത്യോത്സവം 51 അതിരുകളില്ലാത്ത യാത്രയുടെ 17-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിനവും നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ ജീവിതത്തിന്റെ മികച്ച പാഠങ്ങൾ തന്നെയാണ്. ഇന്നത്തെ ഈ ദിനവും പുതിയ വായനാനുഭവങ്ങളിലേക്കും എഴുത്തനുഭവങ്ങളിലേക്കുമാണ് തുറക്കപ്പെടുന്നത്. പുതിയ അറിവുകളും കാഴ്ചപ്പാടുകളും നിലപാടുകളും പങ്കുവയ്ക്കപ്പെടുന്ന വേദിയായി KFL പരിണമിച്ചു. വൈവിധ്യങ്ങളുടെ നൈരന്തര്യമാണ് ഈ വേദിയെ അവിസ്മരണീയമാക്കി തീർക്കുന്നത്. ഈ വേദിയിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തിത്വവും ജ്ഞാനത്തിന്റെ അതിരുകളില്ലാത്ത ലോകത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വാക്കുകളും ആശയങ്ങളും ശക്തമായ നിലപാടുകളും പങ്കുവയ്ക്കപ്പെടുന്ന ഈ സാഹിത്യവേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി പ്രോഗ്രാമിന്റെ കൺവീനറായ ലേഖ ടീച്ചറിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ക്യാമറ ഓണാക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പൊ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. നല്ല ഇരുട്ടാണ്, മഴയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം സംഘടിപ്പിക്കുന്ന കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51 ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലയാള സാഹിത്യ രംഗത്തെ പ്രശസ്തനും മലയാള ചെറുകഥാകൃത്ത്, മാധ്യമപ്രവർത്തകൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന മലയാള സാഹിത്യത്തിന്റെ അവിഭാജ്യ ഘടകമായ ശ്രീ അനൂപ് സി അവർകളാണ്. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മലയാള സാഹിത്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും വായനയുടെയും എഴുത്തിന്റെയും അനുഭവങ്ങളുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അറിവുകളും നേടുന്നതിനും ആർജിക്കുന്നതിനും ഒപ്പം മലയാള സാഹിത്യത്തിന്റെ പ്രശസ്തരുമായി സഹകരിക്കുന്നതിന് വേണ്ടിയാണ് കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലെത്തുന്ന ഓരോ ആളുകളിൽ നിന്നും ഞങ്ങൾ നിരവധി കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇന്നത്തെ പ്രോഗ്രാമിന് അതിഥേയത്തിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉള്ള നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തനായ ആള് തന്നെയാണ്. ഒരുപാട് സന്തോഷം സാറിനൊപ്പം സംസാരിക്കാൻ കഴിയുന്നതിന്, സാറിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്നതിനും വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ KFLന്റെ സാഹിത്യോത്സവം 51 എന്ന വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ എസ് രശ്മി ടീച്ചർ, പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി അവർ, ഈ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി KFLന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും കുന്നം ഫാമിലിയുടെ പേരിലുമുള്ള സ്വാഗതം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KFL സാഹിത്യോത്സവം 51 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി മലയാളം ചെറുകഥാകൃത്തും മാധ്യമ പ്രവർത്തനവുമായ ശ്രീ അനൂപ് സാറാണ്. കലാകൗമുദി, സമീക്ഷ, മംഗളം, മാധ്യമം വാരിക, കൈരളി TV, പീപ്പിൾ TV എന്നിവിടങ്ങളിൽ മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ചു. ചലച്ചിത്ര താരം ശ്രീനിവാസൻ അവതരിപ്പിച്ച ചെറിയ ശ്രീനിയും വലിയ ലോകവും, VK ശ്രീരാമൻ അവതരിപ്പിച്ച സാമൂഹിക പാഠം തുടങ്ങിയ പ്രശസ്തമായ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ പ്രൊഡ്യൂസർ. പീപ്പിൾ TVയിൽ ഏറ്റവും ശ്രദ്ധേയമായ പെയ്തു തോരാത്ത പാട്ടുകൾ എന്ന സംഗീത പരിപാടിയുടെ സംവിധായകൻ. പ്രേംകുമാർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലക്ഷ്മണൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച അച്ഛൻ രാമകൃഷ്ണൻ എന്നീ ടെലിഫിലിമുകളുടെ രചനയും സംവിധാനവും നിർവഹിച്ചു. മനസ്സിനക്കരെ, അച്ചുവിന്റെ അമ്മ എന്നീ സിനിമകളിൽ സത്യൻ അന്തിക്കാടിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചു. ഭാർഗവചരിതം 4ാം ഖണ്ഡം എന്ന സിനിമയുടെ തിരക്കഥാ രചനയിൽ ശ്രീനിവാസന്റെ സഹായി. വിശുദ്ധ യുദ്ധം, പ്രണയത്തിന്റെ അപനിർമ്മാണം, പരകായ പ്രവേശം, നെപ്പോളിയന്റെ പൂച്ച, AMSഉം ദൈവവും, കടൽ ചുരുക്ക്, 3 കാലങ്ങൾ, നരിമാൻ പോയിന്റ് തുടങ്ങി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശ്രീ അനൂപ് സാറിനെ വാക്കുകളുടെ മായാലോകം തീർക്കുന്ന KFL വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. സർ കേൾക്കാമോ?
സർ കേൾക്കാമോ? മൈക്ക് ഓണല്ലേ സർ? സർ ആ മൈക്കിന്റെ സിമ്പൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് സംസാരിക്കണം. സോറി സർ, കേൾക്കുന്നില്ല. ഇപ്പൊ ക്ലിയർ ആയോ? കേൾക്കാം സർ, പറഞ്ഞു. ഇവിടെ ഭയങ്കര മഴ, അതാണ് ഞാൻ മാറിയിരുന്നത്. നിങ്ങള് പിന്നെ കഴിഞ്ഞല്ലോ അല്ലേ, പ്രോഗ്രാമിലേക്ക് കിടക്കല്ലേ? കടക്കാം സർ. അതെ, നമ്മളിന്ന് പിന്നെ ടീച്ചറുമായിട്ട് സംസാരിച്ച് നിശ്ചയിച്ചിട്ടുള്ള വിഷയം കഥയുടെ വർത്തമാനം എന്നാണ്. അപ്പോ കഥ എഴുതുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിൽ പലരും കഥ എഴുതാനും കവിത എഴുതാനും അല്ലെങ്കിൽ അതുപോലുള്ള സാഹിത്യത്തിന്റെ പല ശാഖകളിലുള്ള സാഹിത്യ രൂപങ്ങൾ എഴുതാനും ശ്രമിക്കുന്നവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നല്ല വായനക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഥയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്ന രീതിയിലാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം കഥയുടെ വർത്തമാനം എന്നായതുകൊണ്ട് ഈ നിങ്ങൾ കഥ വായിക്കുന്നവരായിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും തന്നെ. പിന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കഥകൾ വായിക്കുകയോ അല്ലെങ്കിൽ കഥകളുമായി ബന്ധപ്പെട്ട പല ടെലിവിഷൻ പ്രോഗ്രാമുകളും എന്താണെങ്കിലും, നിങ്ങളിപ്പോ സിനിമ കാണുകയാണെങ്കിലും അതിലൊരു കഥയുണ്ട്. അപ്പൊ ഈ കഥയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം, മനുഷ്യജീവിതം എപ്പോഴും മനുഷ്യന്റെ ആദിമകാലം മുതൽ മനുഷ്യന് കൈവന്ന ഏറ്റവും വലിയ ഭാഷയിൽ മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കഥ എഴുതുക അല്ലെങ്കിൽ കഥ പറയുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈ നിങ്ങളുടെ കുട്ടിക്കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളുടെ അച്ഛനമ്മമാരും അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട പലരും പറഞ്ഞു തന്ന പല കഥകളും നമ്മൾ ആദ്യം കേട്ട് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ കഥ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഭാഷ നമുക്ക് കൈവന്ന കാലം മുതൽ നമ്മോടൊപ്പമുള്ള ഒന്നാണ് കഥ പറയാനും കഥ കേൾക്കാനുമുള്ള കഴിവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യകാലത്ത് നമ്മളിപ്പം രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അല്ലെങ്കിൽ ബൈബിളോ ഖുർആനോ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്കതിൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് അതിലെ കഥകളുടെ എലമെന്റ് ആണ്, അല്ലെങ്കിൽ അതിലെ കഥകൾ. ഇപ്പോ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ്, നോവലാണ് MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം. അപ്പൊ ആ രണ്ടാമൂഴത്തിൽ ഭീമന്റെ കഥ മഹാഭാരതത്തിൽ പറഞ്ഞിരുന്ന കഥ MD ചില മാറ്റങ്ങളോടെ രണ്ടാമൂഴക്കാരനായ ഭീമന്റെ കഥ പറഞ്ഞപ്പോൾ മലയാളികൾ ഒന്നാകെ ആ പുസ്തകം വായിക്കുകയും, അല്ലെങ്കിൽ ആ ഒരു കഥ അതൊരു പുതിയ കഥയായിരുന്നു. മഹാഭാരതത്തിലുള്ള ഭീമന് അത്ര കാലവും മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാർ കേൾക്കാത്ത ഒരു കഥാഭാഷ്യമാണ് MD ഉണ്ടാക്കിയത്. അപ്പൊ ഈ രീതിയിൽ കഥയില്ലാത്ത ഒരു ജീവിതം, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരാളെ കുറിച്ച്, ഒന്നിനും കൊള്ളാത്ത ഒരാളെന്ന് പറയുമ്പോൾ കഥയില്ലാത്ത ഒരുത്തനാണെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ കഥയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ നിങ്ങൾക്കറിയാം, ഈ നമ്മൾ കഥ തേടി അങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ കഥയ്ക്ക് വേണ്ടി, കഥാപാത്രങ്ങൾക്ക് വേണ്ടി ദൂരദേശങ്ങളിൽ സഞ്ചരിക്കുകയും സ്വന്തം നാട്ടിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കഥയെക്കുറിച്ച് ലോകപ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള മാർക്കേസ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കൺമുന്നിലൂടെ പോകുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും എനിക്ക് ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതം എനിക്കൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഈ കഥയുടെ ഒരു വഴി നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും, എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണ് നമ്മൾ അച്ഛ അമ്മ എന്ന് വിളിക്കുന്ന കാലം മുതൽ
നമ്മൾ കഥയിലേക്ക് ആകർഷകരാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾക്കറിയാം, ഇപ്പൊ മാവേലിക്കര അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ മധ്യ തിരുവിതാംകൂറിലെ സ്ഥലങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളും പള്ളികളും അല്ലെങ്കിൽ ചില സ്മാരകങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പം മാവേലിക്കരയ്ക്ക് തൊട്ടടുത്ത് കായംകുളത്ത് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥാപാത്രമാണ് കായംകുളം കൊച്ചുണ്ണി. അപ്പൊ കായംകുളം കൊച്ചുണ്ണി ജീവിച്ചിരുന്ന ആളാണ്, അദ്ദേഹം ആ ഭാഗത്ത് ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമ പോലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം പിന്നീട് കഥയായി മാറി. അങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഈ യാഥാർത്ഥ്യം പിന്നീട് കഥയായി മാറി പിൽക്കാലത്ത് അനന്തര തലമുറകൾ അത് കഥയായി കേൾക്കുന്ന ഒരു കാര്യവും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഈ ഇത്രയും തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മഴക്കാലം എന്ന് പറയും. കാരണം മഴ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ 2018-ലും 2019-ലും ഒക്കെ കേരളത്തിലുണ്ടായ പ്രളയം, അപ്പൊ ആ പ്രളയത്തില് നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യര് കേരളത്തിലുണ്ടായി. അങ്ങനെ കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും മാറ്റങ്ങൾ പലതരത്തിലുള്ള ദുരിതങ്ങൾ മനുഷ്യജീവിതത്തിലേക്ക് കൊണ്ടുവരുമെങ്കിലും അതിനൊക്കെ അപ്പുറം ഈ മഴക്കാലം ഒരുപക്ഷെ ഇപ്പൊ വായിക്കുന്നവർക്ക്, ഇപ്പൊ ഒരു നോവല് വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു വായന താല്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും രസകരമായി വായിക്കാനും, ഇപ്പൊ ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലത്ത് നമ്മൾ മഴക്കാലത്ത് കൊടയെടുത്ത് നേരെ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് വായിക്കുന്ന ശീലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ നിങ്ങളുടെ കാലത്ത്, കുട്ടികളുടെ കാലത്ത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കിൻഡലും അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള പലതരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങളോടെ നിങ്ങൾക്ക് ഏത് പുസ്തകവും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കഥയുള്ള മനുഷ്യരായി മാറാൻ നിങ്ങളെ പ്രാപ്തരാക്കും. അത് ആരും ആയിക്കോട്ടെ. അപ്പോ അതിനകത്തിൽ സമ്പന്നരെന്നോ അല്ലെങ്കിൽ ദരിദ്രരെന്നോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. വായനയിലേക്ക് ആകൃഷ്ടയാവുന്ന ഒരാൾ തീർച്ചയായിട്ടും നമ്മൾ കഥയുള്ള ഒരാളായിട്ട് മാറാൻ പ്രാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വായന എന്ന് പറയുന്നത്. അപ്പൊ കഥ വായിക്കുക എന്ന് പറയുമ്പോൾ, ഫിക്ഷൻ വായിക്കുക എന്ന് പറയുമ്പോൾ, ഫിക്ഷൻ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് മറ്റൊരു അർത്ഥം കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും, നിങ്ങളൊരു IT ഫീൽഡാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഏത് തരത്തിലുള്ള ഔദ്യോഗിക രീതികൾ തിരഞ്ഞെടുത്താലും നിങ്ങൾക്കൊപ്പം വായനയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം കഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഥയുള്ളവരായി മാറാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മളൊക്കെ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40 വർഷം മുമ്പ് നിങ്ങളിപ്പോ ഈ മാവേലിക്കര കുന്നം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉള്ള കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് എൻ്റേത്, ചുനക്കര. അപ്പൊ ഈ ചുനക്കരയിൽ നിന്ന് നമ്മൾ പന്തളത്ത് കോളേജിൽ പഠിക്കാൻ പോകുന്ന കാലം, അല്ലെങ്കിൽ അവിടെ നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് അന്ന് അവിടെ വായനാ സൗകര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. പല പുതിയ പുസ്തകങ്ങളും നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ കൈ കിട്ടുന്നത്. അപ്പോൾ പോലും പ്രത്യേകിച്ച് ആരുടെയെങ്കിലും പ്രേരണയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും നിർബന്ധമോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കഥയിലേക്ക് ആകൃഷ്ടരായതുകൊണ്ടാണ് പിന്നീട് വായനയിലേക്കും അല്ലെങ്കിൽ വായനയുടെ ഒരു സമ്പന്നമായ ഒരു ലോകത്തേക്കും എത്താൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഈ വായനയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകം ഒരു സാഹിത്യ പുസ്തകം എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടുള്ളത് കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു ചെറിയ നോവലാണ്. അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങൾ, ഒന്ന് മഹാഭാരതം, ഒന്ന് രാമായണം, പിന്നെ ചില ചെറിയ ചെറിയ സന്ധ്യാനാമങ്ങൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ. അതൊക്കെ അമ്മ വായിക്കുന്നതാണ്. അമ്മ ഈ പറയുന്ന വൈകുന്നേരങ്ങളിൽ അമ്മ കുളിച്ചു വന്നതിന് ശേഷം ഈ പുസ്തകങ്ങൾ, ഈ സന്ധ്യാനാമവും രാമായണവും മഹാഭാരതവും ഒക്കെ കുറേശ്ശെ വായിക്കുകയും, തൊട്ടടുത്തിരുന്ന അമ്മ ഈ വായിക്കുന്നതിന്റെ ചില കഥകളൊക്കെ അമ്മ എന്നോട് പറഞ്ഞു തരികയും, ചില കഥകൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അമ്മ അത്
വിശദമാക്കി തരികയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിക്കാലം, അത് അന്നത്തെ എന്നെ പോലെ തന്നെ എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ, ഒട്ടുമിക്ക കുട്ടികളുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഒരു ഓർമ്മയുണ്ടാവണം. അത് അമ്മയാവാം, ചിലപ്പോൾ അച്ഛനാവാം, അല്ലെങ്കിൽ അപ്പൂപ്പനാവാം, അമ്മുമ്മയാവാം. അങ്ങനെ ഒരു അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ കഥാവായനയുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഒരു ലോകം ആദ്യമായിട്ട്, ഇത് നമുക്ക് മറ്റാരുടെയും ഇടപെടലില്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോകം തീർക്കാൻ കഴിയും എന്ന് തോന്നിയത്. അങ്ങനെയുള്ള ആ പുസ്തകങ്ങൾ പിന്നീട് ഞാൻ അക്ഷരം പഠിക്കുകയും പിന്നീട് സ്കൂൾ പഠനം തുടങ്ങുന്ന ആ സമയത്താണ് ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ സ്വയം എടുത്ത് വായിക്കുകയും, ഒരു 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അമ്മയോട് ചോദിക്കുകയും, അമ്മയ്ക്ക് അറിയുന്ന കഥകൾ അമ്മ പറഞ്ഞു തരും, അല്ലെങ്കിൽ അമ്മ ഇതിന് അറിയുന്ന ആൾക്കാരോട് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും. അങ്ങനെ വായിച്ചു തുടങ്ങുകയും പിന്നീട് നമ്മളുടെ വായന നാട്ടിലെ വായനശാല, പിന്നീട് കോളേജ് വായനശാല, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ എത്തുമ്പോൾ അവിടെയുള്ള സമ്പന്നമായ പുസ്തകങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്നും മറ്റൊരു പുസ്തകത്തിലേക്കുള്ള യാത്ര, ഒരു പുസ്തകത്തിൽ നിന്നും മറ്റൊരു പുസ്തകത്തിലേക്കുള്ള സഞ്ചാരം നമ്മളുടെ ജീവിതത്തിന് സാമ്പത്തികമായ ഭദ്രതയ്ക്കപ്പുറം മാനസികമായ ഒരു ബലം നൽകുന്ന ഒന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നത്, ഈ വായനയുടെ ഒരു 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 ബലം, അത് ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് ജീവിതത്തിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ വായനയിലൂടെ നമുക്ക് ഒരു നമ്മുടെ മനസ്സിൽ ഒരു വായനയുടെ ലോകം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് മറ്റ് ഭൗതികമായ പല കാര്യങ്ങളുടെയും അർത്ഥശൂന്യതയും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ അമിതമായ സമ്പത്തിൻ്റെയോ അല്ലെ അമിതമായ ഭൗതിക സുഖങ്ങളുടെയോ ഒക്കെ അർത്ഥശൂന്യത ചിന്തിക്കാനും ഒക്കെ കഴിയുന്നത് ഈ വായനയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ കുട്ടികൾ ഒക്കെ തന്നെ നിങ്ങൾ വായനയിലേക്ക് വായന താല്പര്യമുള്ള ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് തോന്നാം, ഈ വായിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്. ഇപ്പൊ PSC പരീക്ഷ എഴുതുമ്പോൾ ഒരുപക്ഷെ 2 or 3 ചോദ്യങ്ങളായിരിക്കും സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ വരിക. അപ്പൊ ഈ 2 or 3 ചോദ്യങ്ങൾ PSCക്ക് എഴുതിയാൽ ജയിക്കില്ല. വേറെ ഒരുപാട് ജനറൽ നോളജ് നിങ്ങൾക്ക് വേണം. അപ്പൊ ആ ജനറൽ നോളജ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വായനയുടെ ഒരു ലോകം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിന്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മളുടെ ജീവിതത്തിന് മറ്റൊരു അർത്ഥം കണ്ടെത്താനും മറ്റൊരു വ്യാഖ്യാനം നമുക്ക് സ്വയം നടത്താനും ഒക്കെ കഴിയുന്നത് വായനയിലൂടെയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം അങ്ങനെയാണ്. ഇപ്പൊ കഥയുടെ വർത്തമാനം എന്ന് പറയുന്ന വിഷയം നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്, കഥ എന്ന് പറയുന്നത് നമ്മളെ കഥയുള്ള മനുഷ്യരാക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കഥ ഇല്ലാത്ത ഒരാളാകാതെ ജീവിക്കാൻ സമൂഹത്തിൽ, അല്ലെങ്കിൽ കഥയുള്ള ഒരാളായി ജീവിക്കാൻ നമുക്ക് മറ്റൊരു മുഖം നൽകാൻ ഈ വായന സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം കഥയെക്കുറിച്ച് പറയുമ്പോൾ, കഥ മലയാളത്തിൽ നിങ്ങൾക്കറിയാം, നമുക്ക് രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികൾ മുതൽ ഇങ്ങോട്ട് നമ്മളെ കഥ പറഞ്ഞ് അമ്പരപ്പിച്ചിട്ടുള്ള നിരവധി എഴുത്തുകാരുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ജില്ലയിൽ തന്നെയുള്ള തകഴി ശിവശങ്കരപ്പിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വായനയുടെ ആദ്യകാലത്ത് നമുക്ക് ഈ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മാവേലിക്കരയോ ചുനക്കരയോ കുന്നത്തോ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ആലപ്പുഴ കുറച്ച് ദൂരെയാണ്. അന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ ദൂരെയാണ്, കാരണം വാഹന സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇന്ന് നിങ്ങളിൽ പലരും ആലപ്പുഴ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു എനിക്ക് തോന്നുന്നു, ഞാൻ പ്രീ ഡിഗ്രിക്ക് 1ാം വർഷം പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആലപ്പുഴ എന്ന് പറയുന്ന നഗരം കാണുന്നത്. ആ ജില്ലാ കേന്ദ്രം തന്നെ അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോ അങ്ങനെ തകഴിയെ പോലുള്ള ഒരാൾ ജീവിച്ച ഒരു ജില്ലയിൽ ജനിച്ചു, അല്ലെങ്കിൽ അവിടെ വളരാൻ കഴിഞ്ഞു എന്നുള്ളത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലയിടത്തും ഞാൻ പല സാഹിത്യ സമ്മേളനങ്ങൾക്കും പല സ്ഥലത്ത് പോകുമ്പോൾ കേരളത്തിലാണ് അല്ലെങ്കിൽ ആലപ്പുഴയിലാണെന്ന് പറയുമ്പോൾ, ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആലപ്പുഴ എന്ന് പറയും. ആലപ്പുഴയിൽ വളരെ ദൂരെയാണ് നമ്മളുടെ സ്ഥലം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുള്ളത്, കേരളത്തിൽ തന്നെയുള്ള പല എഴുത്തുകാരും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത്, അത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ നാടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അഭിമാനം തോന്നും. കാരണം തകഴി ശിവശങ്കരപ്പിള്ള ഏതാണ്ട് 60-70 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ജില്ല, ഒരു ആലപ്പുഴ.
അല്ലെങ്കിൽ കുട്ടനാട്, ഈ കുട്ടനാടിന്റെ കഥകൾ പറഞ്ഞാണ് തകഴി ലോക പ്രശസ്തനായതും ജ്ഞാനപീഠ ജേതാവായതും ഒക്കെ. അപ്പോ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ കയറാണെങ്കിലും അല്ലെങ്കിൽ ചെമ്മീനാണെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ടിടങ്ങഴി ആണെങ്കിലും ഒക്കെ, വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥയാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മഴയും വെയിലും വെള്ളപ്പൊക്കവും അതിരുപൊട്ടലും മടവീഴിലും ഒക്കെ തന്നെ വിഷയമാക്കി അദ്ദേഹം എഴുതിയ കഥകളൊക്കെ തന്നെ മലയാളത്തിലെ ഏറ്റവും ഒരു സുവർണകാലത്തിന്റെ മുദ്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം, ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ കഥയുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. ഒരു മഴക്കാലം, കഠിനമായ മഴ പെയ്യുന്ന ഒരു സമയത്ത് വീട് മുഴുവൻ വെള്ളം പൊങ്ങി വീട് മുഴുവൻ ഇല്ലാതാകുമ്പോൾ ആ വീടിന്റെ മുകളിൽ കയറി രക്ഷപ്പെടുന്ന ഒരു നായയുടെ കഥയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ കഥ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ അത് വായിക്കണം എന്ന് ഞാൻ പറയും. കാരണം നമ്മളുടെ തൊട്ടടുത്തുള്ള മഹാനായ എഴുത്തുകാരൻ എങ്ങനെയാണ് ഒരു മഴക്കാലത്തിന്റെ ഭീകര അന്തരീക്ഷം ഒരു നായയുടെ ജീവിതത്തിലൂടെ അവതരിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ സമ്പന്നമായ ഒരു സാഹിത്യ പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പൊ ആലപ്പുഴയിൽ തകഴി മാത്രമല്ല, തകഴിയെ പോലെ തന്നെ മറ്റ് പല എഴുത്തുകാരും പിന്നീട് വരികയുണ്ടായി. പക്ഷേ തകഴിയോളം കുട്ടനാടിനെയും ആലപ്പുഴയെയും ലോകപ്രശസ്തനാക്കിയ ഒരു എഴുത്തുകാരൻ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. തീർച്ചയായിട്ടും തകഴിക്ക് ശേഷമോ തകഴിക്ക് മുൻപോ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് അത്രമാത്രം ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ കഥയുടെ പലതരത്തിലുള്ള ചിറകുകൾ നമ്മളുടെ ജീവിതത്തിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം, കോട്ടയത്ത് വൈക്കത്ത് നിന്ന് കോഴിക്കോട് ബേപ്പൂരിലേക്ക് പോയ മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ പ്രായവ്യത്യാസമില്ലാതെ മലയാളികൾ വായിച്ച ഒരു കാലമുണ്ട്. ഇന്ന് പക്ഷെ നിങ്ങൾക്ക് സാങ്കേതികമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈലുണ്ട്, ടാബുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മറ്റ് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നിങ്ങളുടെ മുന്നിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വായനയിലേക്ക് ഫോക്കസ്ഡ് ആവാൻ, വായനയിലേക്ക് നിങ്ങളെ മറ്റാരെങ്കിലും നിർബന്ധിച്ചാൽ ഒരിക്കലും ഒരു നല്ല വായനക്കാരനോ അല്ലെ ഒരു നല്ല എഴുത്തുകാരനോ ആകാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന ഒരാൾ നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിങ്ങളുടെ ഒരു അവരൻ, നിങ്ങളിൽ തന്നെ ഉള്ള ഒരാൾ നിങ്ങളെ നിരന്തരം നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല വായനക്കാരനാകാൻ കഴിയും, നല്ല എഴുത്തുകാരനാകാൻ കഴിയും. അപ്പോൾ അത് കഥയായിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, നോവലായിക്കോട്ടെ, മറ്റെന്ത് സംഗതി ആയിക്കോട്ടെ, നിങ്ങൾക്ക് വായന തരുന്ന ഒരു ആത്മധൈര്യം അല്ലെ വായന തരുന്ന ഒരു വ്യക്തിത്വം മറ്റൊന്നിലൂടെയും നേടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് നടത്തി നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ജോലികൾ നേടി വളരെ പ്രസിദ്ധമായ ജോലി നേടാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി സമ്പന്നനാകാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ജീവിതത്തിൽ വേണം തന്നെ, തീർച്ചയായിട്ടും വേണം. പക്ഷേ അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഒരു മനസ്സ് വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം കൂടുതൽ ഉറപ്പിക്കാൻ കഴിയും. നിങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെയുള്ള നമ്മളുടെ ഒരു അകവ്യക്തിത്വത്തെ നിങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ളതാക്കാൻ കഴിയും. ആ രീതിയിൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വേറൊന്നുമല്ല, ഈ കഥയുടെ വർത്തമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലുള്ള മറുപടി ഞാൻ പറയാം. ഇപ്പൊ കഥയുടെ വർത്തമാനവുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് കൂടി സംസാരിക്കാൻ തോന്നും. നന്ദി. അടുത്തതായി സാറുമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സർ, എൻ്റെ പേര് ഹരിപ്രിയ. ഞാൻ KUCT
നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടാൻ ഇപ്പൊ ഞാൻ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. റഫീഖ് അഹമ്മദിന്റെ തോരാമഴ, അതുപോലെ നമ്മുടെ എന്താണ് മാമ്പഴം കവിത, അതിലൊക്കെ എന്താണ് ഒരു ഇമോഷൻസ് ഉണ്ട്. അപ്പം ഈ ഇമോഷൻസിന് പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടാൻ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു കഥയോ കവിതയോ എന്തോ ആയിക്കോട്ടെ, അത് എന്നും നമ്മുടെ പ്രേക്ഷകരിൽ അല്ലെങ്കിൽ ആ ഒരു വായിക്കുന്ന വ്യക്തികളിൽ എന്നും നിലനിന്ന് പോകാൻ ഈ ഇമോഷൻസിന് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്? തീർച്ചയായിട്ടും ഈ നമ്മുടെ ഇമോഷൻ, വികാരം എന്ന് പറയുന്നത് തന്നെയാണ് ഈ സാഹിത്യത്തിലും എല്ലാ കലാരൂപങ്ങളിലൂടെയും അതിന്റെ സൃഷ്ടാക്കൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ മാമ്പഴം ആണെങ്കിലും അല്ലെങ്കിൽ രമണനാണെങ്കിലും ഒക്കെ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏത് കവിതയാണെങ്കിലും ഏത് കഥയാണെങ്കിലും നോവലാണെങ്കിലും വേണ്ട ഒരു സിനിമ പാട്ടാണെങ്കിൽ പോലും അതിലെ ഇമോഷനാണ് നമ്മളെ അതിലേക്ക് ആകർഷരാക്കുന്നത്. പ്രധാനമായിട്ടും ഏതൊരു സാഹിത്യ രൂപത്തിന്റെയും ഏതൊരു കലാരൂപത്തിന്റെയും ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് അത് വൈകാരികമായി നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വൈകാരികമായി നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അത് പിന്തുടരും. നമ്മളിത് ഇപ്പം കുട്ടി ചോദിച്ച പോലെ നമ്മൾ ആ പുസ്തകം ആ കവിത വായിച്ചതിന് ശേഷം വൈകാരികമായി നമ്മളെ അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കലാരൂപം വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊരു സംഗതി എഴുതുമ്പോൾ അത് വൈകാരികമായ ഒരാളെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കൃതി ഒരു വിജയമാണെന്ന് പറയാൻ കഴിയും. വൈകാരികമായി സ്വാധീനിക്കുന്നത് തന്നെയാണ്, അല്ലെ ബാധിക്കുന്നത് തന്നെയാണ് ഏതൊരു കലാരൂപത്തിന്റെയും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തമായ ചിത്രങ്ങളൊക്കെ തന്നെ ചിത്രരചനയിൽ താല്പര്യമുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ പിക്കാസോയുടെ പെയിന്റിംഗ് ആണെങ്കിലും മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളാണെങ്കിലും ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പിക്കാസോയുടെ ഏതൊരാളുടെ ചിത്രം എടുത്താലും അതിലെ വൈകാരികമായ അംശമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി സർ. താങ്ക് യു. ഹലോ പറഞ്ഞോളൂ. നമസ്കാരം സാർ, എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ KCT കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. എന്റെ ചോദ്യം, വർത്തമാന കഥകൾ എങ്ങനെ സാംസ്കാരിക ഐക്യം വളർത്തുന്നു, അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ സമകാലിക എഴുത്തുകാരിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? സാറിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ചോദ്യം ഒന്നുകൂടെ ചോദിക്കുമോ? എനിക്കൊന്ന് വ്യക്തമാവാനുണ്ട്. ഐശ്വര്യ, ചോദ്യം ഒന്നുകൂടെ ചോദിക്കുമോ? വർത്തമാന കഥകൾ എങ്ങനെ സാംസ്കാരിക ഐക്യം വളർത്തുന്നു, അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ സമകാലിക എഴുത്തുകാരിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? അല്ല, സമകാലിക എഴുത്തുകാരിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സമകാലികരായ എഴുത്തുകാർ എഴുതുന്ന പല കഥകളും അവരുടെ ജീവിതത്തോട് നമ്മുടെ കേരളീയ ജീവിതത്തോട്, അല്ലെങ്കിൽ മലയാളിയുടെ ജീവിതത്തോട്, അല്ലെങ്കിൽ മലയാളികളുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അവരൊക്കെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും അവർ ജീവിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന എഴുത്തുകളാണ് നമ്മൾ പലതും കാണുന്നത്. അപ്പൊ അതിൽ ചിലത് കൂടുതൽ നമ്മളുടെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്നതായിരിക്കും, വൈകാരികമായിട്ട് അല്ലെ സാംസ്കാരികമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് നിൽക്കുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷം, നമ്മൾ ജീവിക്കുന്ന സാംസ്കാരിക അന്തരീക്ഷം അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷം തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ എഴുത്തിനെ, നമ്മൾ പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എഴുത്തിനെ ഒക്കെ തന്നെ സ്വാധീനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി യേശുര. താങ്ക് യു സർ. കേൾക്കാം. സർ, എൻ്റെ പേര് പാർവതി. ഞാൻ KCTയിലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്കറിയാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറങ്ങുന്ന ചെറുകഥകൾ, വാസനാവികൃതി തൊട്ട് നമ്മുടെ ഇക്കാലത്തെ ചെറുകഥകളൊക്കെ തന്നെയാണെങ്കിലും അതിലൊരു സാമൂഹ്യ പ്രതിബദ്ധത, അല്ലെ അങ്ങ് പറഞ്ഞ പോലെ ഒരു മൂല്യം നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തോത് ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് കൂടി വരുന്നതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള ആ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.
വാസനാ വികൃതി മുതൽ ഇന്ന് വരെയുള്ള കഥകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ നമ്മൾ ജീവിക്കുന്ന പ്രധാനമായിട്ടും ഈ കഥകളൊക്കെ തന്നെ അവർ ജീവിച്ച കാലത്തോടുള്ള പലതരത്തിലുള്ള പ്രതികരണമാണ്. ഇപ്പൊ വാസനാ വികൃതിയിൽ ഒരാള് മോഷണം എന്ന് പറയുന്ന ആ ഒരു വാസന, അയാളുടെ ഒരു അയാളിൽ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു വാസനയാണ് മോഷണം എന്ന് പറയുന്നത്. അപ്പോ ഇക്കണ്ട വാര്യർ എന്നാണെന്ന് തോന്നുന്നു ആ കഥയിലെ അല്ലെ, ആ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് ഇക്കണ്ട വാര്യർ എന്നല്ലേ ആണെന്ന് തോന്നുന്നു. അപ്പോ ആ വാസനാ വികൃതിയിലെ ആ കഥ മുതൽ അത് ഒരു മോഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു മോഷണം നടത്തുകയും പിന്നീട് മോഷണം നിർത്തുകയും പിന്നീട് ഈ വാസന കൊണ്ടുള്ള വികൃതി, വാസന കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിലുള്ള ഒരു വാസന കൊണ്ട് അദ്ദേഹം വീണ്ടും മോഷണത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു കഥയാണത്. അപ്പോ അന്നത്തെ ആ കഥ മുതൽ ഇന്ന് ഏറ്റവും പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കെ രേഖയാണെങ്കിലും ബി മുരളിയാണെങ്കിലും അല്ലെ സന്തോഷ് ചിക്കാനമാണെങ്കിലും അങ്ങനെ പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൊക്കെ തന്നെ അവർ ജീവിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന കഥകൾ തന്നെയാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നു. അത് അവര് ജീവിക്കുന്ന കാലത്തോടുള്ള ഒരു പ്രതികരണം കൂടി പലപ്പോഴും കഥയിൽ അന്തർലീനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാനൊരു കഥ എഴുതുകയുണ്ടായി, കങ്കാളിത്തല ഒരു ഓർമ്മക്കുറിപ്പ്. ആ കഥയിൽ ബംഗാളി രാഷ്ട്രീയവും അല്ലെ ബംഗാളിലൂടെ യാത്ര ചെയ്യുന്ന മലയാളിയായിട്ടുള്ള രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്ന ഒരു ബംഗാളി ജീവിതമാണ് പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഈ കഥയിൽ എങ്ങനെയാണ് എൻ്റെ സാമൂഹ്യ വീക്ഷണം അല്ലെ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ എൻ്റെ സഹജീവികളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ എന്തൊക്കെയാണ്, സമാന ഹൃദയരായ മനുഷ്യരോടുള്ള പ്രതികരണം എങ്ങനെയാണ്, ഇതൊക്കെ തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ എൻ്റെ കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ എഴുത്തുകാരിലും ഏറിയും കുറഞ്ഞും ഈ പറയുന്ന ഒരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സർ. സാർ, അടുത്തതായിട്ട് ഇൻബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ആതിര ചോദിച്ചതാണ്. വർത്തമാന കാലഘട്ടത്തിലെ കഥകളുടെ ആഖ്യാന ശൈലിയിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. കൂടുതലായും സംസാര ഭാഷയിൽ രചിക്കപ്പെടുന്ന ഈ സൃഷ്ടികൾ ആവിഷ്കരിക്കുന്ന ആശയങ്ങളുടെ പ്രാധാന്യവും ആഴവും പൂർണ്ണ തോതിൽ അവതരിപ്പിക്കുന്നതിൽ എപ്പോഴെങ്കിലും പരാജയപ്പെടുന്നുണ്ടോ? അല്ല, ഒരു കഥ എഴുതാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ അതിന്റെ ആഖ്യാനം എങ്ങനെയായിരിക്കണം, അതിന്റെ രചന രീതി എങ്ങനെയായിരിക്കണം, അത് സംഭാഷണത്തിലൂടെ അധിക സംഭാഷണത്തിലൂടെ കഥ പറയുന്ന രീതിയുണ്ട്, ആത്മഭാഷണത്തിലൂടെ കഥ പറയുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള നറേറ്റീവ്സ് ഉണ്ട്, പലതരത്തിലുള്ള നറേഷൻ ഉണ്ട്. അപ്പൊ അതില് നിങ്ങൾക്കറിയാം, മലയാളത്തില് പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കണം എന്ന് ഞാൻ പറയും. കാരണം വിലാസിനിയുടെ യാത്രാമുഖം എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. ഏതാണ്ട് നല്ല വലിപ്പമുള്ള ഒരു നോവലാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 250-300 പേജുള്ള കുറച്ച് വലിയ പുസ്തകം. കൃത്യമായി എത്ര പേജ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല, എങ്കിലും ഒരു വലിയ പുസ്തകമാണ്. ഞാനത് ഡിഗ്രി 2ാം വർഷം പഠിക്കുന്ന സമയത്ത് വായിച്ചതാണ്, ഏതാണ്ട് 40 years ബാക്ക്. അപ്പോൾ ആ പുസ്തകത്തിൽ യാത്രാമുഖം എന്ന് പറയുന്ന പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ സംഭാഷണത്തിലൂടെയാണ് ആ നോവലിന്റെ മൊത്തം ആഖ്യാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ നോവൽ ഒരു വലിയ നോവലില് സാധാരണ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിലുള്ള പോലെയുള്ള പല കഥകളിലും ഈ സംഭാഷണ പ്രാധാന്യമുള്ള കഥകൾ വരുന്നു എന്ന് പറയുമ്പോൾ സംഭാഷണത്തിലൂടെ ഒരുപക്ഷെ പ്രാദേശികമായ ഭാഷകൾ, സംസ്കാരം, ഭൂപ്രകൃതി അല്ലെങ്കിൽ മനുഷ്യജീവിതം ഇതൊക്കെ തന്നെ പറയാൻ ആ ഒരു പ്രാദേശികമായ ഒരു അന്തരീക്ഷത്തിൽ കഥ പറയാൻ നമുക്ക് സംഭാഷണം ചിലപ്പോൾ ഉപയോഗിക്കാൻ കഴിയും. ഞാനീ പറഞ്ഞത് നോവല് യാത്രാമുഖം എന്ന് പറഞ്ഞ വിലാസിനിയുടെ നോവല്, ആ നോവലിൽ ഒരു 90% ആ നോവലിൽ സംഭാഷണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സംഭാഷണത്തിലൂടെ മനോഹരമായി ആ നോവല് ആ കാലത്ത് ഞാൻ വായിച്ച ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്നാണത്. അപ്പൊ അത് അറിയാം, വിലാസിനെ കുറിച്ച് അറിയാമല്ലോ. ഹുവാൻ റൂൾഫോയുടെ പെട്രോ പരാമോ എന്ന് പറയുന്ന നോവല് മലയാളത്തിലേക്ക് അതിമനോഹരമായി വിവർത്തനം ചെയ്ത ഒരു എഴുത്തുകാരനാണ് വിലാസിനി. അദ്ദേഹം ഏറെക്കാലം വിദേശത്തായിരുന്നു ജീവിച്ചത്. ഏതാണ്ട് വയസ്സായതിനു ശേഷമാണ്, നല്ല പ്രായമായതിനു ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നോവലിൽ മുഴുവൻ സംഭാഷണം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന നിരവധി മനുഷ്യർ, പലതരത്തിലുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ച മനുഷ്യർ, അവരുടെ സംഭാഷണം, ആ സംഭാഷണത്തിലൂടെയാണ് ആ നോവല് അതിന്റെ ഒരു ഇതൾ വിടർന്നു വരുന്നത്. അപ്പൊ കഥയിലും ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. കാരണം
ചില ഭാഷ, നമുക്ക് ആ പ്രാദേശികമായ ഭാഷ, നിങ്ങൾക്കറിയാം ഇപ്പോൾ മറ്റേ നമ്മുടെ ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവലിൽ ഒരുപാട് സംഭാഷണമുണ്ട്. നിങ്ങൾ കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഷീലയും മധുവും അഭിനയിച്ച ആ സിനിമ, അതിലെ ആ ഭാഷ, പ്രാദേശികമായ ആ ഭാഷ മനോഹരമായിട്ട് ആ തകഴി ആ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് വരുന്ന പല കഥകളിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രധാനപ്പെട്ട വാരികളായിട്ടുള്ള മാതൃഭൂമിയിലോ അല്ലെ അതുപോലുള്ള വാരികകളിൽ വരുന്ന പ്രധാനപ്പെട്ട കഥകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കഥകളിലൊക്കെ തന്നെ എഴുത്തുകാരന് പരിചിതമായ, അല്ലെങ്കിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രത്തിന് പരിചിതമായ ഒരു ഒരു ഭൂപ്രകൃതിയും ഭാഷയും സംഭാഷണവും ഒക്കെ കടന്നു വരുന്നത് കാണാം. അത് അധികം ദുരൂഹത ചില സംഭവങ്ങളിൽ, ചില സംഭാഷണങ്ങളിൽ നമുക്ക് തോന്നിന്നിരിക്കാം. പക്ഷേ ഈ സംഭാഷണത്തിലൂടെ കഥ പറയുന്ന ഒരു രീതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഒരു നറേഷന്റെ ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സർ. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നതാണ്. പഴയകാല എഴുത്തിൽ നിന്നും യുവ എഴുത്ത് രീതിയിൽ വലിയ അന്തരമുണ്ട്. വർത്തമാന എഴുത്ത് രീതിയോടുള്ള സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? വർത്തമാന എഴുത്ത് രീതിയോടുള്ള സാറിന്റെ കാഴ്ചപ്പാട്. വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള തരത്തിൽ, അല്ലെ വർത്തമാനകാലത്ത് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള തരത്തിൽ, വർത്തമാനകാലം ആവശ്യപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ, ഭാഷയിൽ അതിന്റെ ഒരു നറേഷനൊക്കെ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, മലയാളത്തിൽ വളരെ വായിക്കപ്പെടുന്ന പല നോവലുകളും, ഇപ്പൊ നിങ്ങളിൽ പലരും വായിച്ചിട്ടുള്ള നോവലായിരിക്കും ഇപ്പൊ ഈ പറയുന്ന തകഴിയുടെ ചെമ്മീനോ, അല്ലെങ്കിൽ എം.ടിയുടെ രണ്ടാമൂഴം, ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, വി.കെ.ന്റെ അധികാരം, ഇങ്ങനെയൊക്കെയുള്ള പല നോവലുകളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പുതിയ കാലത്ത് പലരും പല നല്ല കഥകളും നോവലുകളും കവിതകളും ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഇത് വായിക്കുമ്പോൾ ഏറ്റവും പുതിയ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ പോലും അവരുടേതായ രീതിയിൽ ഭാഷ നിർമ്മിക്കുന്നതിനും, അവരുടേതായ രീതിയിലുള്ള ഒരു ഭാവനാ ലോകം നിർമ്മിക്കുന്നതിനും, അവരുടേത് മാത്രമായിട്ടുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് സാഹിത്യത്തിന്റെ ഒരു വളർച്ചയുടെ രൂപം തന്നെയാണ്. ഇപ്പം ക്ലാസിക്കൽ സാഹിത്യത്തിൽ നിന്ന്, ക്ലാസിക്കൽ സാഹിത്യ അന്തരീക്ഷത്തിൽ നിന്നും നമ്മളുടെ ആധുനികതയിലേക്കും, ആധുനികതയിൽ നിന്ന് ഏറ്റവും വർത്തമാന കാലത്തേക്കും വരുമ്പോൾ എഴുത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും, ഭാഷയിൽ പല മാറ്റങ്ങളും ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഓരോരുത്തരും ഓരോ വീടുകളിൽ നിന്നാണ് വരുന്നത്. ഓരോരുത്തരുടെയും വീട്ടിലെ അന്തരീക്ഷം, വീട്ടന്തരീക്ഷം അല്ലെ വീട്ടകത്തിന്റെ അന്തരീക്ഷം, ഭാഷ, സംസ്കാരം ഒക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് ഈ എഴുത്തുകാർ ജീവിക്കുന്ന അത്തരം അന്തരീക്ഷങ്ങളൊക്കെ തന്നെ പിന്നീട് അവർ എഴുത്തുകാരായി മാറിക്കഴിയുമ്പോൾ അവരുടെ ഭാഷയിലൂടെ, അവരുടെ എഴുത്തിലൂടെ അത് കടന്നു വരും. അതൊരു വളർച്ചയുടെ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ഒപ്പം തന്നെ ഈ സാഹിത്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സർ. മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ടീച്ചർ ചോദിച്ചാണ്, ഹേന ടീച്ചർ. കവിതയിൽ എന്ന പോലെ കഥയും വായിക്കുമ്പോൾ ഒരു പ്രത്യേക താളമുണ്ട്. അതിലെ വാചകങ്ങളൊക്കെ ഉറക്കെ വായിക്കുമ്പോഴേ, മറ്റൊരാളെ വായിച്ചു കേൾപ്പിക്കുമ്പോഴേ ഒക്കെ ഒരു ഈണവും വന്നുകൂടാറുണ്ട്. ഓരോരുത്തരും വായിക്കുമ്പോൾ പലപ്പോഴും അത് ഒരേപോലെ തോന്നാറുണ്ട്. അങ്ങനെ കഥ വായിക്കപ്പെടുമ്പോൾ ഈണം വരാൻ വേണ്ടി കഥയുടെ എഡിറ്റിംഗിന്റെ അവസരത്തിൽ ഗദ്യശൈലിയിൽ താളവും ഈണവും ചേർന്നു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ല, കഥയിലും നോവലിലും ഫിക്ഷനൊക്കെ എഴുതുമ്പം തീർച്ചയായിട്ടും അതിനൊരു ഭാഷയുടെ താളമുണ്ട്. ഈ ഭാഷയുടെ താളം എന്ന് പറഞ്ഞാൽ കവിതയിൽ കൃത്യമായി വൃത്തത്തിൽ എഴുതുന്ന കവിതകളുണ്ട്, ഗദ്യത്തിൽ എഴുതുന്ന കവിതകളുണ്ട്. അപ്പൊ അതിൽ ഗദ്യത്തിൽ എഴുതുന്ന കവിതകളിൽ പോലും നമുക്കൊരു താളവും ഈണവും നമുക്ക് വായിക്കുമ്പോൾ അനുഭവപ്പെടും. ഇപ്പം മലയാളത്തിന്റെ പ്രശസ്തനായ കവി സച്ചിദാനന്ദന്റെ സുലേഖ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഇത്രയേറെ ചിറകുകളുമായി സുലേഖ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഗദ്യ കവിതയാണത്. പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ള മറ്റു പല മഹത്തായ പദ്യ കവിതകൾ പോലെ, അല്ലെ വൃത്തത്തിലുള്ള കവിതകൾ പോലെ, കുമാരനാശാന്റെ കവിതയോ അല്ലെ വൈലോപ്പിള്ളിയുടെ കവിതയോ ഒക്കെ പോലെ തന്നെ എനിക്ക് കൃത്യമായ ഒരു താളവും ഒരു ഈണവും അനുഭവപ്പെടുന്ന ഗദ്യ കവിതകളുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ സച്ചിദാനന്ദ മാഷിന്റെ ഈ കവിതയുടെ കാര്യം പറഞ്ഞത്. ഇത്രയേറെ ചിറകുകളുമായി സുലേഖ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. അതൊരു പ്രണയ കവിതയാണ്.
അപ്പോൾ ഓരോ കവിതയിലും ആ ഒരു സംഗതി ഉള്ളതുപോലെ തന്നെ ആ ഒരു 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 താളം ഉള്ളതുപോലെ തന്നെ ഗദ്യത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു കഥ എഴുതുമ്പോൾ ഇപ്പോൾ പലപ്പോഴും പോഡ്കാസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു കഥ എഴുതി ഒരു മാസികയിലേക്ക്, ഇപ്പോൾ മാതൃഭൂമി വാരികയിലേക്ക് അയച്ചാൽ അത് പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ QR കോഡ് ഇത് ചെയ്തിട്ട് അവര് കഥ വായിച്ച് അതിനൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ QR കോഡ് നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കഥയുടെ ഓഡിയോയും കേൾക്കാൻ പറ്റും. അപ്പൊ ആ ഓഡിയോ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരാള് കഥ വായിക്കുന്നത് ഒരു ഭംഗിയായിട്ടാണ് വായിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കഥ കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. എനിക്ക് ജീവിതത്തിൽ ടീച്ചർ ചോദിച്ച ചോദ്യം പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, പിന്നെ നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. നരേന്ദ്രപ്രസാദ് സാർ. നരേന്ദ്രപ്രസാദ് സാർ ആദ്യം നമ്മുടെ നാട്ടുകാരനാണ്. എനിക്ക് തോന്നുന്നു അവിടെ തൊട്ടടുത്താണ്, നിങ്ങളുടെ നാടിന് തൊട്ടടുത്താണ്. അദ്ദേഹത്തിന്റെ സ്മാരകം അവിടെയുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരിക്കുന്ന സമയത്താണ് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ എത്തുന്നത്, യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ അന്ന് അദ്ദേഹം ഒരിക്കൽ വൈകുന്നേരത്ത് യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിന്റെ മുന്നിൽ ഞാനും ചില സുഹൃത്തുക്കളോട് നിൽക്കുമ്പോൾ അദ്ദേഹം വരികയും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എൻ്റെ പേര് പറഞ്ഞ് നാട് പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലായിരിക്കുന്ന ആ സമയം വരെ എന്നെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു ശിഷ്യതുല്യമായ സ്നേഹത്തോടുകൂടി, ഒരു സഹോദര തുല്യമായ സ്നേഹത്തോടുകൂടി എന്നോട് എപ്പോഴും ഇടപെട്ടിരുന്ന ഒരാളാണ് പ്രസാദ് സാർ. അദ്ദേഹം സിനിമാ നടനായി നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോഴൊക്കെ തന്നെ എനിക്ക് പലപ്പോഴും സാറിനെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ ഒരു മാക്ബത്തിലെ ഒരു ഭാഗം, എനിക്ക് തോന്നുന്നു മാക്ബത്തിലെ കൃത്യമായ ഏത് ഭാഗമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം സംസാരത്തിന്റെ ഇടയിൽ ഷേക്സ്പിയറിന്റെ ഒരു 4 വരി അദ്ദേഹത്തിന്റെ നല്ല മനോഹരമായ ഘനഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ച്, ഞങ്ങൾ 2-3 സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് അദ്ദേഹം ഷേക്സ്പിയറിലെ ആ വരികൾ പറഞ്ഞിട്ട് അതിന്റെ ഭംഗി, അതിന്റെ ഭാഷാ ഭംഗി, അതിന്റെ ആ ലിറ്ററേച്ചറൊക്കെ ഇങ്ങനെ അദ്ദേഹം കുട്ടികളോട് പറയുന്ന പോലെ ഞങ്ങളോട് പറഞ്ഞു. സത്യത്തിൽ അത്രകാലവും ഈ പറയുന്ന ഷേക്സ്പിയറിന്റെ ചില പുസ്തകങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് വായിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ അത് അന്ന് ആസ്വദിക്കാൻ കഴിയുന്നത് മലയാളത്തിലായതുകൊണ്ട് ഞാൻ ഈ ഷേക്സ്പിയറിന്റെ സമ്പൂർണ്ണ കൃതികളും സംഘടിപ്പിച്ച് എടുത്ത് ഒരു 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 സാധന പോലെ ഒരു 1-2 മാസം കൊണ്ട് അത് വായിച്ചു തീർത്തത് പ്രസാദ് സാറിന്റെ ആ ഒരു 4-8 വരി അദ്ദേഹം പറയുന്നതിന്റെ ആ ഭംഗിയിലൂടെയാണ്. ഇത്രമാത്രം ഭംഗിയിലുള്ള, അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഇത്രമാത്രം ഭംഗിയിൽ എഴുതാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനെ നന്നായിട്ട് വായിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ നമ്മളെ വായനയിലേക്കും എഴുത്തിലേക്കും ഒക്കെ ആകർഷിക്കാൻ ഈ താളവും ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ആന്തരിക സൗന്ദര്യം, ഭാഷയുടെയും അതിന്റെ ആഖ്യാനത്തിന്റെയും ഒക്കെ ഒരു ആന്തരിക സൗന്ദര്യം തീർച്ചയായിട്ടും സഹായിക്കും. അത് തീർച്ചയായിട്ടും നമ്മളുടെ ആസ്വാദനത്തെയും സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ടീച്ചർ. താങ്ക് യു സർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കാളിദാസ് ചോദിച്ചിരിക്കുന്നതാണ്. എഴുത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എങ്ങനെ, അതിനുള്ള പ്രചോദനങ്ങൾ എന്തെല്ലാം എന്നൊക്കെ പങ്കുവെക്കാമോ? എഴുത്തിലേക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളുടെ നാട്, ടീച്ചർ ഇപ്പം ചോദ്യം ചോദിച്ച ഹേമ ടീച്ചറിന്റെ നാട് തന്നെയാണ് ചുനക്കര. നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രാമമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉത്സവകാലത്തും ബന്ധുക്കൾ വീട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ ഈ കുന്നം, മാവേലിക്കര, വള്ളികുന്നം, അങ്ങനെയൊക്കെയുള്ള ഭരണിക്കാവ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരും വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഗ്രാമങ്ങളുടെ പേര് കേൾക്കുക. നമ്മൾ നാട്ടിൻപുറത്തന്ന് ഈ പറയുന്ന പോലെ വലിയ വലിയ വിവരങ്ങളൊന്നും എത്തിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നില്ല അന്ന്. അപ്പൊ അന്ന് നമുക്ക് വായനാ സൗകര്യങ്ങൾ കുറവാണ്, പുസ്തകങ്ങൾ കിട്ടാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പുസ്തക അന്തരീക്ഷമോ അല്ലെങ്കിൽ അങ്ങനെ വായിക്കുന്ന, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, ഇപ്പം ഞാൻ പറയുന്ന പോലെ ഇപ്പം എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു ലൈബ്രറി ഉള്ള ഒരു കാലം പിന്നീടുണ്ടായി. അന്ന് അങ്ങനെ ഒരു അന്തരീക്ഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യം സന്ധ്യനാമവും രാമായണവും മഹാഭാരതവും മാത്രം കാണുകയും പിന്നീട് വായിക്കാൻ ശീലിച്ചപ്പോൾ അത് വായിക്കുകയൊക്കെ ചെയ്താണ് ഞാൻ വായനയുടെ ഒരു 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 ലോകത്തെത്തിപ്പെടുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ വായന നമുക്ക് സജീവമായി വായന
സജീവമായി വായന നമുക്ക് പിന്നെ നമുക്കുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം സ്വാഭാവികമായിട്ടും എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ആദ്യം ഈ വായനയിലൂടെ നമ്മളൊരു ഒരു 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 5ാം ക്ലാസ് മുതൽ നമ്മൾ കിട്ടുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പുസ്തകങ്ങളെ ഞാൻ ഈ വായിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലായതിനു ശേഷം എൻ്റെ അമ്മ എവിടെ പോയാലും ഇപ്പൊ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഉത്സവ സ്ഥലത്ത് പോയാലും അവിടെ കാണുന്ന ചില പുസ്തകങ്ങൾ, അത് പലപ്പോഴും അമർചിത്ര കഥകൾ അല്ലെങ്കിൽ ചില വിക്രമാദിത്യ കഥകൾ അല്ലെങ്കിൽ ഈസോപ്പിന്റെ കഥകൾ, അങ്ങനെയൊക്കെയുള്ള പല കഥകൾ എന്ന് പറയുന്ന ടൈറ്റിലുള്ള എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ അമ്മ മിക്കവാറും എല്ലാ ആഴ്ചയും തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ അമ്മയും സുഹൃത്തുക്കളും പോവും, ചിലപ്പോഴൊക്കെ എന്നെയും കൊണ്ടുപോകും. അപ്പോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അമ്മ എനിക്ക് പലപ്പോഴും ഒരു 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 വളരെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് അമ്മ എപ്പോഴും വാങ്ങിക്കൊണ്ട് വരാറുള്ളത് എന്തെങ്കിലും ചെറിയ പുസ്തകങ്ങൾ, അമ്മയ്ക്ക് അന്ന് വാങ്ങാൻ കഴിയുന്ന പുസ്തകങ്ങളൊക്കെയാണ് അമ്മ വാങ്ങി തന്നത്. എന്തിനാണ് അമ്മ എങ്ങനെ വാങ്ങിച്ചു തന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മനെ ഞാൻ വായിക്കുന്നു അല്ലെങ്കിൽ വായനയിൽ അത്രമാത്രം തുടർന്ന് ഇതിന്റെ ഒരു ജീവിതമായിട്ട് തിരഞ്ഞെടുക്കുന്നൊന്നും ഒരുപക്ഷെ അമ്മ ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അമ്മയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ള മട്ടിൽ അമ്മ ഇങ്ങനെ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങൾ അമ്മ വാങ്ങി തന്നിരുന്നു. അപ്പൊ അത് വായിച്ച് ഒരു 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 6-7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിൻപുറത്തുള്ള പഞ്ചായത്ത് വായനശാല, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ തന്നെ 2 പ്രധാനപ്പെട്ട വായനശാലകൾ അന്നുണ്ട്. നേതാജി വായനശാല, അതുപോലെ സാഹിത്യഭൂഷണി എന്ന് പറഞ്ഞൊരു വായനശാല, പിന്നെ പഞ്ചായത്ത് വായനശാല. അപ്പൊ ഈ വായനശാലകളിലേക്ക് നമ്മൾ പോയി മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കും ഒക്കെ നമ്മൾ അവിടെ പോയിട്ട് പുസ്തകങ്ങൾ എടുത്ത് പിന്നീട് കോളേജിൽ എത്തുമ്പോഴേക്കും പന്തളത്ത് പഠിക്കാൻ എത്തുമ്പോഴേക്കും നമ്മൾ മലയാളത്തിൽ നമുക്ക് അന്ന് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അത്യാവശ്യം പിന്നെ നമുക്ക് വായന നമുക്ക് മറ്റൊന്നും തരാത്ത ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു 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 ആഹ്ലാദ മൂർച്ച നമുക്ക് ലഭിക്കുന്നത് പിന്നെ വായനയിലൂടെയാണെന്ന് നമുക്ക് സ്വയം അന്നൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നീട് നമ്മൾ കോളേജിലൊക്കെ എത്തുമ്പോഴും അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രവർത്തനങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം മറ്റൊന്നിലും കിട്ടാതായതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ അന്ന് ഈ പറഞ്ഞ പോലെ കിൻഡലോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ സാങ്കേതിക സൗകര്യങ്ങളൊന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പുസ്തകങ്ങൾ വായിക്കാനും കിട്ടുന്ന ഒരു കാലമായിരുന്നില്ല. അത് നിങ്ങൾക്കറിയാലോ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെയൊക്കെ അച്ഛൻ്റെയും ഒക്കെ പ്രായത്തിലുള്ള ഞങ്ങളുടെ ഒരു കാലം, ആ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സൗകര്യങ്ങൾ. പക്ഷെ വായനയിലൂടെയും ആ വായന നൽകിയ ഒരു 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 ബലത്തിലാണ് പിന്നീട് നമ്മൾ ആദ്യകാലത്ത് ചെറിയ കവിതകൾ എഴുതി ചില ചെറിയ മാസികകൾക്ക് അയച്ചു കൊടുക്കുകയും അത് ചില സ്ഥലത്തു നിന്നൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും അത് പ്രസിദ്ധീകരിക്കാതെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളുടെ ജീവിതം ഇതാണ് നമ്മളുടെ ജീവിതത്തിന് ഇതാണ് അർത്ഥം തരുന്നത് എന്ന് തോന്നിയത് കൊണ്ടാകണം ഞാൻ ഐച്ഛിക വിഷയമെടുത്ത് ലിറ്ററേച്ചർ പഠിക്കുകയും കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ പന്തളത്ത് നിന്ന് കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കാൻ വരികയും കാര്യവട്ടം ക്യാമ്പസിനെ സംബന്ധിച്ച് അവിടെ അതിസമ്പന്നമായ വായനശാല ലൈബ്രറി സൗകര്യമുണ്ട്. ക്യാമ്പസ് ലൈബ്രറി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മലയാളവും ഇംഗ്ലീഷ് 2 വളരെ സമ്പന്നമായ പുസ്തകങ്ങൾ കേരളത്തിൽ കിട്ടാവുന്ന കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ, ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചത് ഏതാണ്ട് 2.5 വർഷത്തോളം എടുത്ത് ഈ പറയുന്ന കാര്യവട്ടത്ത് പഠിക്കുമ്പോഴാണ്. പന്തളം കോളേജിൽ പഠിക്കുമ്പോഴും അവിടെയും ലൈബ്രറി സൗകര്യമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ലഭിച്ചിരുന്നില്ല. പക്ഷെ കാര്യവട്ടത്ത് എത്തുമ്പോൾ അവിടെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് ഞങ്ങളുടെ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ അന്നൊരു ലൈബ്രറിയൻ ഉണ്ട്, ആനന്ദവല്ലി ചേച്ചി ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏത് പുസ്തകം വായിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ആദ്യം പരിചയപ്പെട്ട് പിന്നീട് എനിക്കൊരു മാതൃസഹജമായ ഇഷ്ടം തോന്നിയ ഒരാളാണ് ആനന്ദവല്ലി ചേച്ചി. അപ്പൊ ആനന്ദവല്ലി ചേച്ചി കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ആണ് മരിച്ചത്. അപ്പൊ ആനന്ദവല്ലി ചേച്ചിയോട് എനിക്ക് ആഗ്രഹമുള്ള ഏത് പുസ്തകവും, നമുക്ക് എല്ലാ പുസ്തകവും വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല അന്നത്തെ സമയത്ത്. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള പുസ്തകങ്ങൾ ഏത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ചേച്ചി അത് ഒന്നുകിൽ ലൈബ്രറിയിൽ നിന്ന് പണം ഇമ്മീഡിയറ്റ് ആയിട്ട് അടച്ചിട്ട് ചില പുസ്തകങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ മാത്രം വാങ്ങി എനിക്ക് തന്നിട്ടുണ്ട്. അത് കുറച്ച് വിലയുള്ള പുസ്തകങ്ങളാണ്. അങ്ങനെയൊക്കെ വായനയും പിന്നീട് ആ എഴുത്തിന്റെ ഒരു വഴിയിലേക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ 10-30 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഒരുപക്ഷെ ഞാൻ പിന്നെ ഒരു
ഒരു മറ്റു മാധ്യമ പ്രവർത്തകർ എന്നുള്ള തരത്തിൽ അത് തിരഞ്ഞെടുക്കുന്നതും അതിന്റെ പിന്നീട് പിൽക്കാലത്ത് ആ മാധ്യമ പ്രവർത്തനം ചാനലുകളും മാധ്യമ പ്രവർത്തകർക്കുള്ള സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലത്താണ് ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് മാധ്യമ പ്രവർത്തനം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ എഴുത്തും മാധ്യമ പ്രവർത്തനവും ഒന്നും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന ഒരു കാലത്തല്ല ഞാനത് ഇത് രണ്ടും തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാമ്പത്തികമായ ഒരു 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 പ്രയോറിറ്റി ജീവിതത്തിൽ ഒരിക്കലും വരാതിരുന്നത് ഇങ്ങനെയുള്ള ചില ഇഷ്ടങ്ങളിലൂടെ പോകാനായിരിക്കും. അങ്ങനെ എഴുതുകയും കുറെ പുസ്തകങ്ങൾ വരികയും ചില പുസ്തകങ്ങൾ ആ രീതിയിൽ വായനക്കാര് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനൊക്കെ നൽകിയ ഒരു 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 ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കി എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നിരുന്ന അമ്മയും അമ്മയുടെ പ്രാർത്ഥനയും പിന്നീട് എൻ്റെ ഈ എഴുത്തിന്റെ വഴിയിൽ ജീവിതത്തിൽ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരും മാധ്യമ പത്രാധിപന്മാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന ഒരു വലിയ ഒരു 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 ഇതിന്റെ അനുഗ്രഹം ഏതൊക്കെയോ അർത്ഥത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കാം എഴുത്തിൽ അങ്ങനെ തുടരാൻ കഴിയുന്നത്. അല്ലാതെ ഇപ്പം അങ്ങനെ എഴുത്തുകാരനാവണം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാകണം എന്ന് എന്നോട് ആരും അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെയൊന്നും നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു ലോകാനുഭവം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ എൻ്റെ ഇഷ്ടത്തിനൊപ്പം അന്ന് നിന്നു. ഞാൻ ലിറ്ററേച്ചർ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് എല്ലാവരും ബികോം എടുത്ത് ബാങ്കിൽ ഉദ്യോഗസ്ഥനാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാസ്ത്ര വിഷയങ്ങൾ എടുത്ത് ജോലി സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് അന്ന് എല്ലാ രക്ഷിതാക്കളും നിർബന്ധിച്ചത്. പക്ഷെ അന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുമ്പോൾ അങ്ങനെ അധികം ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുന്ന ആൾക്കാർ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവരൊക്കെ തന്നെ കോളേജ് അധ്യാപകരായിരുന്നു. അപ്പോൾ ഞാൻ ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാനും പിന്നീട് കോളേജ് അധ്യാപകനാവാതെ മാധ്യമ പ്രവർത്തകനാകാൻ തീരുമാനിച്ചപ്പോഴും ഒക്കെ അമ്മയുടെ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് പിന്നീട് ഉള്ള യാത്രയ്ക്കെല്ലാം ബലം നൽകിയെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. സാർ, അടുത്തത് ഇൻബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. വിനുപല്ലവിയാണ് ചോദിച്ചത്. ഓക്കെ. സാഹിത്യം സമൂഹത്തിനു നേരെ പിടിക്കുന്ന ദർപ്പണമാണെന്ന് പറയപ്പെടുന്നു. ഇത് ഉത്തരാധുനിക ചെറുകഥാ സാഹിത്യത്തിൽ എത്രത്തോളം ശരിയാണ്? ഒന്നുകൂടെ പറയുമോ ചോദ്യം? സാഹിത്യം സമൂഹത്തിന് നേരെ പിടിക്കുന്ന ദർപ്പണമാണെന്ന് പറയപ്പെടുന്നു. അത് ഉത്തരാധുനിക ചെറുകഥാ സാഹിത്യത്തിൽ എത്രത്തോളം ശരിയാണ്? ഇല്ല, സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടി എന്ന് പറഞ്ഞതിന് പകരം നമ്മുടെ മനസ്സിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണ് ഉത്തരാധുനികതയുടെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ ആധുനികത നമ്മുടെ സാഹിത്യത്തിന്റെ ഒരു വഴി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ഒരു കാലം കഴിഞ്ഞിട്ട് ഈ റൊമാൻറ്റിസത്തിന്റെ കാലം കഴിഞ്ഞിട്ട് മോഡേണിറ്റി വരുമ്പോൾ, ആധുനികത വരുമ്പോൾ 1970കളിലാണ്, 60കളുടെ മധ്യത്തിലും 70കളിലും ഒക്കെ ആയിട്ടാണ് മലയാളത്തിൽ ആധുനികത എന്ന് പറയുന്ന സാഹിത്യ രൂപം ശക്തി പ്രാപിക്കുന്നത്. അതിനൊക്കെ ഒരു 50 വർഷം മുമ്പ് തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ ഭാഷകളിൽ, യൂറോപ്യൻ സാഹിത്യത്തിൽ ഈ ആധുനികത, മോഡേണിറ്റി വളരെ ശക്തമായിരുന്നു. മലയാളത്തിലേക്ക് ഈ ആധുനികത വന്നു. ആധുനികതയ്ക്ക് ശേഷം ഉത്തരാധുനികതയും ഒക്കെ ഉത്തരാധുനികത വന്നപ്പോഴും ആധുനികതയിലാണ് മനുഷ്യൻ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധമായ സമൂഹത്തിന് നേരെ പിടിച്ചിരുന്ന കണ്ണാടി തകഴിയുടെയും ബഷീറിന്റെയും ഒക്കെ തന്നെ കാലത്ത്, അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാടിന്റെ ഒക്കെ കാലത്ത്, പ്രധാനമായിട്ടും തകഴിയുടെയൊക്കെ എഴുത്തിന്റെ രീതിയിൽ സമൂഹമാണ് ആ സാഹിത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം ആധുനികതയ്ക്ക് ശേഷം ആധുനികത വന്നപ്പോൾ ഉത്തരാധുനികതയുടെ കാലത്ത് വ്യക്തികളിലേക്കും, അത് കൂടുതൽ വ്യക്തികളുടെ മാനസിക സഞ്ചാരങ്ങളിലേക്കും, കഥാപാത്രങ്ങളുടെ മാനസിക അവസ്ഥകളിലേക്കും ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹിത്യ രൂപമായിട്ടാണ് എനിക്ക് ഉത്തരാധുനികതയെ കണ്ടുള്ളത്. കാരണം ഉത്തരാധുനികത എന്ന് പറയുമ്പോൾ ആധുനികതയുടെ ഒരു തുടർച്ച എന്നുള്ള തരത്തിൽ ഉത്തരാധുനികത സമൂഹത്തിന് നേരെ, നമ്മൾ സമൂഹത്തിൽ തന്നെയാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ സൃഷ്ടാവ് നിൽക്കുന്നത്. അപ്പോൾ സമൂഹത്തിനും എഴുത്തുകാരനും നേരെ പിടിക്കുന്ന കണ്ണാടിയാണ്, എഴുത്തുകാരന്റെ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ ഹൃദയത്തിന് നേരെ, മനസ്സിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് ഉത്തരാധുനികത എനിക്ക് തോന്നുന്നു.
താങ്ക് യു. താങ്ക് യു സർ. 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. സമയമുണ്ടോ സാറിന്റെ? 10 മിനിറ്റ് കൂടെ 5:15 എനിക്ക് ഫ്രീ ആവണം. ഓക്കെ സർ. അഞ്ജന ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്ത് ഏതാണ്, അതിനുള്ള കാരണം എന്താണ് എന്ന് പങ്കുവെക്കാമോ? ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് എനിക്ക് സംശയമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. തകഴിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ഏറ്റവും എന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുമ്പേ ഒരാൾ ഒരു കുട്ടി ചോദിച്ച പോലെ വൈകാരികമായി എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സംഘർഷത്തിൽ പെടുത്തിയിട്ടുള്ള എഴുത്തുകൾ. ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ കഥ നമ്മൾ അറിയാലോ, നമ്മളുടെ നാട്ടില് കാലവർഷം വരുമ്പോ മട പൊട്ടും, കൃഷി നശിക്കും. അപ്പൊ ഈ കൃഷി നശിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ അതൊരു ശരിക്കും ഒരു വലിയ ദുരന്തം പോലെ തന്നെ. ഇപ്പൊ മഴക്കാലം വന്ന് നമ്മള് കാളെ പൂട്ടി വിത്ത് വിതച്ച് അത് എല്ലാം പാകമായി കൊയ്യാനാവുമ്പോൾ മഴ വന്ന് നെല്ല് നശിക്കുമ്പോൾ ശരിക്കും ആ ഒരു വർഷമാണ് നമ്മുടെ വീട്ടില് അതിന്റെ ബുദ്ധിമുട്ടുകൾ. ഒരു വർഷത്തേക്കാണ് നമ്മൾ 6 മാസത്തോളം നമ്മുടെ വീട്ടിൽ ആ പറയുന്ന ഒരു ബുദ്ധിമുട്ട് ബാധിക്കും. അപ്പൊ എൻ്റെ അമ്മയൊക്കെ ശരിക്കും ഈ മട പൊട്ടി കൃഷി നശിക്കുമ്പോൾ അമ്മയ്ക്കൊക്കെ ഉണ്ടാവുന്ന വേദന ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ കഥയിലൂടെ തകഴി, നമ്മളുടെ കുട്ടനാടിന്റെ കഥാകൃത്തായിട്ടുള്ള തകഴി എഴുതിയപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ ഞാൻ എത്ര തവണ വായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. പല പ്രായത്തിൽ ഞാൻ വായിക്കുമ്പോൾ ആ കഥ, ഓരോ പ്രായത്തിൽ വായിക്കുമ്പോഴും ആ കഥ മറ്റൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ പോയിട്ട് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ കഥ എടുത്ത് ഈ മഴക്കാലത്ത് വായിച്ചാൽ എനിക്ക് പുതിയൊരു കഥ വായിക്കുന്ന ഒരു അനുഭവമായിരിക്കും, ഒരു വികാര അനുഭവമായിരിക്കും ഉണ്ടാവുക. അപ്പോ പിന്നെ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രായത്തിൽ വായിക്കുമ്പോഴും ഒരു കുറവുമില്ലാതെ തുടരുന്ന ഇഷ്ടം തകഴിയോട് തന്നെയാണ്. പിന്നീട് മലയാളത്തിൽ നമുക്കറിയാമല്ലോ, എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ടുള്ള കവിതകളും, അല്ലെങ്കിൽ സി വി രാമൻപിള്ള തൊട്ട് ഇന്ദുലേഖ മുതൽ ഇങ്ങോട്ടുള്ള ഫിക്ഷന്റെ വഴിയും, മുമ്പേ പറഞ്ഞ പോലെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി മുതൽ ഇങ്ങോട്ടുള്ള കഥകളും ഒക്കെ വായിക്കുമ്പോൾ ആ കഥയിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒട്ടനവധി. ഇപ്പൊ ഇന്ദുലേഖ വായിച്ചപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി ഇന്ദുലേഖ വായിച്ചിട്ട് അമ്മയടുത്ത് പോയി ഇന്ദുലേഖയുടെ കഥ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അമ്മ ഇന്ദുലേഖ വായിക്കുന്നത്. ഞാൻ ഈ പിന്നെ 9-ലോ 10-ലോ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഇന്ദുലേഖയുടെ ഒരു പഴയ കോപ്പി കിട്ടി. ഇത് ഞാൻ വായിച്ചിട്ട് വീട്ടിൽ പോയി അമ്മയുടെ പിന്നാലെ നടന്ന് ഈ ഇന്ദുലേഖയുടെ കഥ ഇങ്ങനെ ആവർത്തിച്ച് മാധവൻ, ഇന്ദുലേഖ, സൂര്യ നമ്പൂതിരിപ്പാട്, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ നറേറ്റ് ചെയ്ത് അമ്മയ്ക്ക് തോന്നി ഇതെന്തോ ഒരു നല്ല പുസ്തകമാണെന്ന് തോന്നിയിട്ടായിരിക്കണം അമ്മ ആ പുസ്തകം എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് ഒരു ദിവസം അമ്മ ഇങ്ങനെ ഇരുന്നത് വായിക്കുന്നുണ്ട്. അമ്മ വായിച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയപ്പോ ചില ആൾക്കാരൊക്കെ പിന്നീട് അമ്മ വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെ ചില ആൾക്കാർ പോകുമ്പോൾ അമ്മ അവർക്ക് ഈ പേരൊക്കെ ഇട്ട് വിളിക്കും, സൂര്യ നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ ഭയങ്കര സുന്ദരനായിട്ട് പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ദാ മാധവൻ പോകുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പം വിദേശത്ത് നിന്നാണെങ്കിൽ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, അല്ലെങ്കിൽ മാജിക് മൗണ്ടൻ ജെയിംസ് ജോയ്സിന്റെ, പിന്നെ അതുപോലെ എത്ര പുസ്തകങ്ങൾ. ഇപ്പം പുതിയ കാലത്ത് ഓർഹാൻ പാമുക്ക്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആൽക്കമിസ്റ്റ്, ഇതൊക്കെ തന്നെ ഏറ്റവും പോപ്പുലറായ പുസ്തകങ്ങൾ എന്ന് മാത്രമല്ല, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പുസ്തകം വായിച്ചതിന് ശേഷവും കുറച്ചു നേരം നമ്മളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന പുസ്തകങ്ങളാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു പുസ്തകം എന്ന് പറയാൻ കഴിയില്ല. 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്, 100 കണക്കിന് കൃതികളുണ്ട്. പക്ഷെ ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു ആലപ്പുഴക്കാരൻ എന്ന് അഭിമാനിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം തകഴി ശിവശങ്കരപ്പിള്ള തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ നെഞ്ചിൽ വെക്കുന്നത് തകഴിയാണെങ്കിലും അതിനൊപ്പം തന്നെ ബഷീറും VK-നും MTയും വിജയനും മാധവിക്കുട്ടിയും ഒക്കെ തന്നെയുണ്ട്. ഇവരുടെയൊക്കെ എഴുത്തിന്റെ ഒരു ലോകത്താണ് നമ്മളുടെ മൊത്തം ഒരു ജീവിതത്തിന്റെ എന്താ പറയുന്നത് ഒരു ഏറ്റവും സന്തോഷം അനുഭവിച്ച സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്ന പല അനുഭവങ്ങളുണ്ടാവും, ദുഃഖം ഉണ്ടാവുന്ന പല അനുഭവങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് കണ്ണടച്ചിരുന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആന്തരികമായ ഒരു ആഹ്ലാദം കിട്ടുന്നത് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ്, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങളായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ്. ഇപ്പൊ 2-ാം ഊഴം 85-ലാണ് വരുന്നത്. 85-ൽ എനിക്ക് തോന്നുന്നു 85-86 സമയത്താണ് 2-ാം ഊഴം വരുന്നത് തോന്നുന്നു. അപ്പൊ ഈ 2-ാം ഊഴം വായിക്കുന്ന സമയത്ത് നമുക്ക് അത്ര കാലവും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭീമന്റെ കഥയല്ല നമ്മൾ വായിക്കുന്നത്, ഒരു പുതിയ ഭീമനെയാണ് MT അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ
ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് എഴുത്തുകാരും ഒരുപാട് സ്നേഹവും ഒക്കെ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ജീവിതം ഇങ്ങനെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ 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 ഈ എന്താ പറയുന്നത്, നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ കഴിയും. അപ്പൊ അതിന്റെ ഈ മനുഷ്യജീവിതം ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞാൻ മരണം സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ എന്തെങ്കിലും കാരണമുണ്ടോ അതിന് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് 70 വയസ്സായി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രികളിൽ ഞാൻ തന്നെ മരിച്ചു കിടക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ശരിക്കും ആ സ്വപ്നത്തിന്റെ ദൈർഘ്യം കൂടി. അപ്പോൾ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം എൻ്റെ അടുത്തെത്തി എന്ന് എന്നെ കാലം ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പല കാലങ്ങളിലൂടെ കടന്നു പോകും. നിങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുട്ടികളാണ്. നിങ്ങൾക്കിപ്പോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിറങ്ങളുള്ള ലോകത്തേക്കാണ് നിങ്ങളിനി പോകുന്നത്. ആ നിറങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഏതൊരു ആർട്ട് ഫോമും, അത് നൃത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംഗീതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് കലാരൂപങ്ങളോ അല്ലെങ്കിൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴും വായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്ഷരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒപ്പം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ എപ്പോഴും നിങ്ങൾക്കൊരു ഊന്നുവടിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സന്തോഷം. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. എൻ്റെ പേര് പാർവതി. അപ്പൊ ചോദിക്കാനുള്ളത് വെച്ചാല് കണ്ടെത്തലുകളും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ അനുഭവങ്ങൾ കഥ എഴുതാൻ സാർ ഉപയോഗിച്ചിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുകയും ആൾക്കാരെ കാണുകയും ആൾക്കാരുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നമ്മളെ എവിടേക്കോ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കും. നമ്മളെ ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന പല അനുഭവങ്ങളും മാധ്യമപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു 4 വർഷം മുമ്പ് പ്രളയം ഉണ്ടായതിനു ശേഷം 2 പ്രളയം ഉണ്ടായപ്പോൾ 2018-ലും 2019-ലും പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ പിന്നെ കേരളത്തില് പ്രളയം ഉണ്ടായ എല്ലാ സ്ഥലത്തൂടെയും പ്രളയത്തിന്റെ ഒരു മൂർച്ച കഴിഞ്ഞങ്ങോട്ട് തൊട്ടു പിന്നാലെ ഞാനും ഒരു ക്യാമറാമാനും ഒരു സംഘം യൂണിറ്റും കൂടി ഒരു കാറിൽ ഞങ്ങള് ഈ ചെങ്ങന്നൂർ പാണ്ടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അറിയാമല്ലോ, നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും അറിയായിരിക്കുമല്ലോ. അപ്പൊ ചെങ്ങന്നൂർ പാണ്ടനാടാണ് ഏറ്റവും കൂടുതൽ പ്രളയത്തിന്റെ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായ ഒരു സ്ഥലം. അതുകൊണ്ട് നമ്മുടെ പുത്തുമല, വയനാട്, കോഴിക്കോട്, അങ്ങനെ പ്രളയം, വെള്ളം സംഹാര രൂപത്തിൽ കടന്നുപോയ എല്ലാ വഴിയിലൂടെയും ഞങ്ങൾ 2 തവണ യാത്ര ചെയ്യുകയുണ്ടായി. അന്ന് കണ്ട മനുഷ്യരും അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു, പ്രിയപ്പെട്ടതെല്ലാം മരിച്ചു. ചിലർക്ക് അവർക്ക് ഏറ്റവും അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ കൊണ്ടു നടന്നിരുന്ന അവരുടെ പെറ്റ് ആനിമൽ, അവരുടെ നായക്കുട്ടി മരിച്ചു. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും രാവിലെ ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ അവരിങ്ങനെ തലോടിക്കൊണ്ട് നടന്നിരുന്ന അവരുടെ വളർത്തുനായ മരിച്ചു. ഇങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് അവിടെ ഊരി വെച്ചു, പ്രളയത്തിൽ അത് പോയി. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ പലതരത്തിലുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരെയും പലതരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവികളായിട്ടുള്ള കൊലപാതകികൾ, ഇപ്പോൾ മോഷ്ടാക്കൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുണ്ട്. അപ്പൊ അത് എഴുത്തിൽ പൂർണ്ണമായിട്ടും അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില സ്വാധീനം ചില കാര്യങ്ങളിലൊക്കെ കടന്നു വരും എന്നല്ലാതെ നമ്മൾ നിത്യേന അനുഭവിക്കുന്ന പല അനുഭവങ്ങളും നമുക്ക് ചിലപ്പോൾ എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഒരിക്കലും അനുഭവപ്പെടാത്ത ഒരു കാര്യം നമ്മൾ എഴുതിയെന്ന് വരും. ഞാൻ ഒരിക്കലും ഇതുവരെ റഷ്യയിൽ പോയിട്ടില്ല. ഇപ്പം നമ്മൾ ചൈനയിൽ പോയിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും റഷ്യയിൽ ഒരിക്കലും പോയിട്ടില്ല. പല കാരണങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ റഷ്യയിൽ ജീവിച്ച് ലോകത്തിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഭാവന നൽകിയ ലെനിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു നോവല് എഴുതി. കുറച്ച് വലിയ നോവലാണ് അത്. ട്രൂ കോപ്പി തിങ്ക് എന്ന് പറഞ്ഞ ഓൺലൈൻ ഇതിൽ സീരിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 40 അധ്യായം കഴിഞ്ഞു, ഇനി ഒരു 20 അധ്യായം കൂടി ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരിക്കൽ പോലും പോകാത്ത ഒരു രാജ്യം. ഞാൻ ഒരിക്കലും ഡോക്യുമെന്ററികളിലും പുസ്തകങ്ങളിലും ഉള്ളതല്ലാതെ നമ്മളുടെയൊക്കെ ജീവിതകാലത്തിന് എത്രയോ മുമ്പ് 100 വർഷമായി ഇപ്പൊ ലെനിൻ മരിച്ചിട്ട്. ഈ വർഷം 2024 100 വർഷമാകുന്നു.
അപ്പൊ 100 വർഷം മുമ്പ് മരിച്ചുപോയ ലെനിന്റെ ജീവിതം കേന്ദ്ര പ്രമേയമാക്കി ഒരു നോവൽ എഴുതി. അത് കുറച്ച് വലിയ നോവലാണെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമഗ്രമായ ഒരു ആഖ്യാനമാണ്. അപ്പൊ ഏതാണ്ട് 80 അധ്യായം 76 അധ്യായമുള്ള ഒരു നോവലാണ്. അപ്പൊ അതിൽ എനിക്ക് എന്റേതായ ഒരു അനുഭവം ഇല്ല. കാരണം ഞാൻ റഷ്യയിൽ പോയിട്ടില്ല. റഷ്യൻ പുസ്തകങ്ങൾ പണ്ട് റാദുക പബ്ലിക്കേഷൻസിന്റെ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമായിരുന്നു, മലയാളം. അപ്പൊ അതൊക്കെ വായിച്ചും പിന്നെ ലെനിനെ കുറിച്ച് കേട്ടും വായിച്ചും സിനിമകളിൽ കണ്ടും അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു അന്തരീക്ഷം വെച്ചിട്ട് മൊത്തമായിട്ടും നമ്മുടെ ഒരു ഇമാജിനേഷനിൽ വന്ന ഒരു പുസ്തകമാണ് ഈ ലെനിന്റെ ദസ്വിദാനിയ ലെനിൻ എന്ന് പറഞ്ഞുള്ള പേരിൽ ഞാനിപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ഒരു 16 അധ്യായം കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പൊ അതിനകത്തിൽ ഒരിടത്തും നമ്മുടെ സ്വന്തം അനുഭവം ഇല്ല, നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാരില്ല. പക്ഷെ നമ്മുടെ ഒരു ഇമാജിനേഷനിൽ ആ ഒരു ലെനിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താണ് ചെയ്തത്, അല്ല റഷ്യയിൽ എന്താണ് സംഭവിച്ചത്. അപ്പൊ റഷ്യയിൽ കമ്മ്യൂണിസം, ലെനിന്റെ കാലത്ത് റഷ്യൻ വിപ്ലവം ഉണ്ടാവുന്നു, അതിനുശേഷം സ്റ്റാലിൻ വരുന്നു, റഷ്യ തകരുന്നു, കമ്മ്യൂണിസത്തിന്റെ നല്ല അംശങ്ങളൊക്കെ തന്നെ റഷ്യയിൽ നിന്ന് ഇല്ലാതാവുന്നു, ഒക്കെയാണ് റഷ്യയുടെ രാഷ്ട്രീയം. അപ്പൊ അതൊക്കെ കടന്നു വരുന്ന ഒരു പുസ്തകം എഴുതണം എന്ന് മനസ്സിൽ തോന്നി. ഏതാണ്ട് 1, 2, 3 വർഷം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി. 1, 2 വർഷം അത് എഴുതാനെടുത്തു. ഇപ്പൊ അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭവമൊന്നുമില്ല. പക്ഷെ ഇമാജിനേഷനും അനുഭവവും ഒക്കെ കൂടെ ചേർന്ന ഒന്നാണ് എഴുത്ത് എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഇൻബോക്സിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അഖിലേഷ് ചോദിച്ചിരിക്കുന്നു, 22 വർഷത്തെ മാധ്യമ ജീവിതത്തിൽ നിന്നും പിന്മാറി എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സാഹിത്യത്തോടുള്ള ഇഷ്ടം കൊണ്ടാണോ? 32 വർഷത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ 21 വയസ്സുള്ളപ്പോൾ മാധ്യമ പ്രവർത്തകനായി കലാകൗമുദില്. 22 വയസ്സുള്ളപ്പം 32, 42, 52 വയസ്സുള്ളപ്പം 30 വർഷം. 52 വയസ്സില് ഏഷ്യാനെറ്റിൽ നിന്ന് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ 30 വർഷത്തിലേറെയായി. അപ്പൊ ഈ 30 വർഷത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതമാർഗമായിരുന്നു. നമുക്ക് ജീവിക്കണം, നമ്മുടെ കുടുംബത്തെ നോക്കണം, അതിന് സാമ്പത്തികം വേണം. അപ്പൊ അത് ജോലി എന്നുള്ള തരത്തിൽ, വരുമാനം എന്നുള്ള തരത്തിൽ മാധ്യമ പ്രവർത്തകനായി ഞാൻ 30 വർഷം ജീവിച്ചു. പക്ഷെ അപ്പോഴൊക്കെ മനസ്സിലുള്ള ആഗ്രഹം, നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിച്ചിരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് 30 വർഷം എടുത്തു അത് ഇനി അങ്ങനെ ആവാം എന്ന് തീരുമാനിക്കാം. കാരണം ഇപ്പോ ഈ പറയുന്ന 30 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം പൂർണ്ണമായിട്ടും മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് 1.5 വർഷം മുമ്പ് ജോലി മതിയാക്കിയെങ്കിലും നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ 14 ഓൺ ദ ഡോട്ട് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങി. അത് ഞാനും എൻ്റെ 3-4 സുഹൃത്തുക്കളും കൂടെ ചേർന്ന് തുടങ്ങിയതാണ്. തിരുവനന്തപുരത്താണ് എൻ്റെ ഓഫീസ്, ഓൺ ദ ഡോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഞങ്ങളുടെ ഈ 30 വർഷത്തെ എന്നെ പോലെ തന്നെ പരിചയമുള്ള ആൾക്കാരാണ് കൂടെയുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ എഡിറ്റർ ആയിരുന്ന MG രാധാകൃഷ്ണൻ സാറ്, അപ്പൊ ഞങ്ങൾ അങ്ങനെ വളരെ പ്രിയപ്പെട്ട 4-6-8 പേര് ചേർന്നിട്ട് ഒരു ഓൺലൈൻ മാഗസിൻ തുടങ്ങി, ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങി. അപ്പോൾ ഓൺ ദ ഡോട്ട് മീഡിയ എന്നുള്ള പേരിൽ. അപ്പൊ അത് നമ്മൾ തുടങ്ങിയത് ഈ മാധ്യമ പ്രവർത്തനത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പൊ പോലും നമുക്കൊരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ നിയന്ത്രണങ്ങളില്ല, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴുള്ള നിയന്ത്രണങ്ങളില്ല. നമ്മളുടെ ഇഷ്ടമനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് സമയം കണ്ടെത്തി ജോലി ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വായിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള കഴിയണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു വർഷങ്ങളിലൊന്നും തന്നെ നമുക്ക് അങ്ങനെയൊന്നും ആലോചിക്കാൻ കഴിയില്ല. കാരണം വീട്ടുവാടക കൊടുക്കണം, ജീവിക്കണം, നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പണം വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നു. അതൊരു നല്ല കാലമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും എഴുത്തിലും വായനയിലും, അല്ലെങ്കിൽ അത്തരം എഴുത്തും വായനയും എന്നുള്ളതല്ല, ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പൂർണ്ണസമയ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചത്. അപ്പൊ എങ്കിൽ പോലും ഇപ്പം നമ്മളുടെ ചാനലിന്റെ ജോലികൾക്ക് ഏറെ സമയം മാറ്റിവെക്കേണ്ടി വരും. എങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോ ഒരു ഓൺലൈൻ കാലത്ത് നമ്മളൊരു പുതിയ മാധ്യമ ലോകത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. സന്തോഷം.
താങ്ക് യു സർ. സമയപരിമിതി മൂലം നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനി അഞ്ജലിയെ ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി, കേൾക്കാവോ സാർ? കേൾക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി 2022 സാഹിത്യ അക്കാദമി ജേതാവായ ശ്രീ അനൂപ് ശ്രീ ഡോക്ടർ എസ് രശ്മി ടീച്ചർ, കോർഡിനേറ്ററായ നിങ്ങൾക്ക് ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഥയുടെ വർത്തമാനം എന്ന വിഷയം സാറ് പറഞ്ഞ വാക്കുകൾ ഒന്നും മറക്കാൻ കഴിയുന്നതല്ല. കഥയുടെ പ്രാധാന്യം, കഥയും വായനയും തമ്മിലുള്ള ബന്ധം, കഥയുള്ള ഒരാളായി ജീവിക്കാൻ അത്യാവശ്യമായത് വായനയാണ്. അത് നമുക്ക് നല്ല വ്യക്തിത്വം സൃഷ്ടിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സാറ് നമ്മളുമായിട്ട് പങ്കുവച്ചു. അതിനുശേഷം വളരെ ഗംഭീരമായ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ തന്നെയായിരുന്നു കടന്നുപോയത്. അത് അധ്യാപക വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഈ വിൽപ്പെട്ട സമയം നമ്മളുമായിട്ട് പങ്കുവച്ച ശ്രീ സാറിനോടും KFLന്റെ പേരിലും പൂർണ്ണം കോളേജിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറായ നമ്മുടെ പ്രിൻസിപ്പളായ ഡോക്ടർ എസ് രശ്മി ടീച്ചറും പ്രോഗ്രാം കൺവീനറായ ലേഖ ടീച്ചറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ അനൂപ് സാർ ഈ വേദിയിലേക്ക് എത്തിച്ച ഹേന ടീച്ചറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളോടും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം സാർ. താങ്ക് യു സർ. പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും